തഹാവൂർ റാണ, തഹാവൂർ ഹുസൈൻ റാണ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിച്ചു. ഇനി തിഹാർ ജയിലിലേക്കായിരിക്കും എന്നൊക്കെയുള്ള. അതിനിടയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തഹാവൂർ റാണ കൊച്ചിയിലെ താജ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. PFI അതായത് നിരോധിത സംഘടനയുടെ ചില നേതാക്കളുമായി ബന്ധമുണ്ടോ എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് NIA ഇറങ്ങുന്നുമുണ്ട്. താജ് ഹോട്ടലിൽ താമസിക്കാനെത്തിയ കൊടും ഭീകരനെ തിരിച്ചറിയാൻ കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗത്തിനോ പോലീസിനോ അല്ലെങ്കിൽ അത്തരം സുരക്ഷാ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമല്ലേ? അപ്പൊ ആരോ ഇയാളെ സംരക്ഷിക്കാൻ കേരളത്തിൽ കൃത്യമായി ഉന്നതങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ലഷ്കർ ഇ തോയ്ബ അല്ലെങ്കിൽ ISI എന്നിവയുടെ പ്രവർത്തകനായിരുന്നു ഈ തഹാവൂർ റാണ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജനിച്ചത് പാകിസ്ഥാനിലാണെങ്കിലും പിന്നീട് ഇയാൾ കനേഡിയൻ പൗരത്വമൊക്കെ നേടി പിന്നീട് അമേരിക്കയിൽ പോയി അങ്ങനെ നടന്ന ഒരാളാണ്. പക്ഷേ ഇയാൾ പിന്നീട് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തിയത്. അതായത് ഇപ്പം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കുടിയേറി പോകാനായിട്ട് പോകുമ്പോൾ ഇയാൾ എല്ലാവിധ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇന്ത്യയിൽ പോലും മുംബൈയിൽ പോലും ഇയാൾക്ക് ആ സ്ഥാപനത്തിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഇന്ത്യയിൽ പലതവണ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന കൂട്ടത്തിലാണ് ഇയാൾ കൊച്ചിയിലേക്ക് വന്നത്. അന്ന് NIA ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നത് എൻ്റെ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈഗ്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് ഒരു റിക്രൂട്ടിങ്ങിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ആരെ റിക്രൂട്ട് ചെയ്യാൻ, എന്തിന് റിക്രൂട്ട് ചെയ്യാൻ? ഇതാണ് ഗൗരവമുള്ള കാര്യം. അതായത് അന്ന് ഇവിടുത്തെ DGP എന്ന് പറയുന്നത് ലോക്നാഥ് ബെഹ്റയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഈ തഹാവൂർ റാണ എന്ന് പറയുന്ന ഭീകരവാദിയായ ആൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെത്തിയെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും മുന്തിയ ഹോട്ടലായ താജ് ഹോട്ടലിലാണ് അദ്ദേഹം തങ്ങുകയും ചെയ്തത്. അപ്പോൾ അവിടെ വന്ന് ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തി, ആരെയാണ് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്? കാരണം റാണ വന്ന് ഏതാണ്ട് 10-15 ദിവസങ്ങൾക്കുള്ളിലാണ് മുംബൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണം നടത്തുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ ലോക്നാഥ് ബെഹ്റ പറയുന്നത്, ഈ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ കുംഭമേള, അതുപോലെ തന്നെ രാജസ്ഥാനിൽ പുഷ്കർ മേള എന്ന് പറയുന്നൊരു ആഘോഷമുണ്ട്, ഇതൊക്കെ തന്നെ തകർക്കാനായിട്ട് ഇയാൾ പദ്ധതി ഇട്ടിരുന്നു. അപ്പോൾ ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? അക്ഷരാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക തീവ്രവാദിയുടെ നിലപാട് തന്നെയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാൻ ആർമിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടറായിരുന്നു. അവിടെ നിന്നാണ് ഇയാളും ഭാര്യയും പിന്നീട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്, അതായത് കാനഡയിലേക്ക് പോകുന്നത്. കാനഡയിൽ 2001 മറ്റോ ആണെന്ന് തോന്നുന്നു അവർ പൗരത്വം നേടി. പിന്നീട് ഇയാൾ അമേരിക്കയിലേക്ക് പോയി. പക്ഷേ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ പോലും ഇയാൾ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ISIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണെന്ന് മാത്രമല്ല, ചില ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾക്കാരുമായിട്ട് നല്ല ലിങ്ക് ഇയാൾക്കുണ്ടായിരുന്നു. ഈ ലിങ്ക് പഠനകാലം മുതലാണുള്ളത്. ആ പഠനകാലം മുതൽ ലിങ്ക് ഉണ്ടായിരുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് എന്തിനു വന്നു, മുംബൈ കേന്ദ്രീകരിച്ച് എന്തിനു പ്രവർത്തിച്ചു, കേരളത്തിലേക്ക് എന്തിനു വന്നു? അപ്പോൾ കേരളത്തിലേക്ക് വന്ന കാര്യം അന്നത്തെ സർക്കാർ അറിഞ്ഞു. രഹസ്യാന്വേഷണ വിഭാഗം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ലോക്നാഥ് ബെഹ്റ ഉറപ്പിച്ചു പറയുന്നത്, കൊച്ചിയിലേക്ക് വന്നതിന് പിന്നിൽ അന്നത്തെ ഇവിടുത്തെ തീവ്രവാദ നിലപാടുള്ള ചില ഗ്രൂപ്പുകളുമായി ആശയവിനിമയം നടത്താനോ ചർച്ചയ്ക്കോ വന്നതായിരിക്കാവുന്നതിന് സാധ്യതയില്ലേ? തീർച്ചയായിട്ടും തീവ്രവാദ റിക്രൂട്ട്മെന്റിനാണോ ഇയാൾ കേരളത്തിൽ വന്നത് എന്ന് വരെ സംശയിക്കുന്നതായി ചില വാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ ഈ റാണ കേരളത്തിലെ കൊച്ചിയിലെത്തി ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലായ താജ് ഹോട്ടലിൽ ഇയാൾ താമസിക്കുന്നു. അവിടെ നിന്ന് തീവ്രവാദ റിക്രൂട്ട്മെന്റുകൾ നടത്താനെന്നുള്ള ഇയാളുടെ ഏജൻസിയുടെ കാര്യത്തിനാണെന്ന് പറഞ്ഞ് വരുന്നു. പക്ഷേ ചില നിരോധിത സംഘടനയുടെ നേതാക്കളുമായൊക്കെ ഇയാൾ സംസാരിച്ചു എന്ന് പറയുന്നു. കാരണം ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ തഹാവൂർ റാണയെ പോലെ പ്രയത്നിച്ചവരാണ് ഇവിടെ നിരോധിത സംഘടനയുടെ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞത്, ഇപ്പൊ തിഹാർ ജയിലിൽ കിടക്കുന്നവർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. അപ്പോൾ കേരളത്തിൽ ഇവർ വമ്പൻ എന്താ പറയുക, സ്ഫോടനങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾക്കോ പദ്ധതി ഇട്ടിരുന്നു. ഇന്ത്യയെ തകർക്കാൻ തന്നെയുള്ള ആക്രമണങ്ങൾക്ക് ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നൊക്കെ നമ്മൾ സംശയിച്ചാൽ അത് തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളത്. മാത്രമല്ല സിഡിജി, ഇനിയാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടതെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. കാരണം ഇയാളെ കൊണ്ടുവന്നപ്പോൾ ഇയാൾ അനുയായികളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇയാളെ രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ ഇയാളെ തിരിച്ച് കിട്ടാനായി വിലപേശാനുമായി എന്തും ചെയ്യാൻ മടിക്കില്ല. ആ തരത്തിലേക്ക് അനുയായികൾ കടക്കും. കാരണം അതീവ സുരക്ഷ തലസ്ഥാനമൊക്കെ അതീവ സുരക്ഷയിലാണ്. പക്ഷെ എങ്കിൽ പോലും അത്തരം ഒരു നീക്കം ഇയാളുടെ അനുയായികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള സംശയം കേന്ദ്ര സർക്കാരിനോട്. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണം, അജ്മൽ കസം എന്ന് പറയുന്ന 22 വയസ്സുകാരനായ ഒരു കൊടും ക്രിമിനലിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ സൂത്രധാരൻ ഓരോരുത്തരെയായി അജ്ഞാതർ പോയി വെടിവെച്ച് കൊല്ലുകയാണ്. പിന്നീട് ഇയാളെ അമേരിക്കയിൽ നിന്ന് ഇയാൾ പറയുന്നത് ഇയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഇന്ത്യൻ ജയിൽ എന്നുള്ളത്. അതാണ് ഇയാൾ പറയുന്നത്. കിട്ടാവുന്നതിൽ വധശിക്ഷയാണ് തനിക്ക് ഇന്ത്യൻ ജയിൽ.
എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ ജയിലിലൊക്കെ സുഖിച്ച് കൃത്യമായി കാണും, ഇന്ത്യൻ ജയിലിൽ അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷേ മോദി സർക്കാർ അല്ല ഭരിച്ചതെങ്കിൽ തഹാവൂറാണ് ഇപ്പോഴും സേഫ് ആയിരുന്നേനെ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ തഹാവൂറാണ് ഇപ്പം ധന്യ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് കൊച്ചിയിൽ വന്നത്, അയാളുടെ അനുയായികളുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു. നമുക്കറിയാം 166 പേരാണ് മുംബൈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അന്ന് ഈ മുംബൈ ആക്രമണം നടത്താനായിട്ട് അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർ വന്നത് എങ്ങനെയാ? കടലിലൂടെ വന്നിട്ട് സ്പീഡ് ബോട്ട് മാർഗം മുംബൈ തീരത്തേക്ക് ഇറങ്ങിയായിരുന്നു. അതിന് സമാനമായ സാഹചര്യമല്ല ഇന്ത്യയിലെ കേരളത്തിലും. കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കപ്പലുകളോ ബോട്ടുകളോ വന്നെടുക്കാൻ എത്ര എളുപ്പമാണ്. അതായത് പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിന്ന് ഒരു സ്പീഡ് ബോട്ടിലോ ഒരു മത്സ്യബന്ധന ബോട്ടിലോ കയറി കൊച്ചി തുറമുഖത്തേക്ക് ഒരാൾക്ക് എത്താൻ വളരെ എളുപ്പം പറ്റും. അവിടെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പിന്നെ നിരീക്ഷണം ഉണ്ടെങ്കിലും മുംബൈയെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറച്ചുകൂടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ കുറഞ്ഞതാണ് കൊച്ചിയിൽ. അപ്പൊ കൊച്ചിയിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയാലോ? മുംബൈയിൽ വരാൻ കഴിഞ്ഞെങ്കിൽ കൊച്ചിയിൽ വരാൻ, അതാണ് പറഞ്ഞത്. അത്രയും സംവിധാനങ്ങളിൽ മുംബൈയെ ഒരു ആക്രമണം നടത്താൻ ഈ പറയുന്ന പിന്നെ അജ്മൽ കസബിനും കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തഹാവൂറാണ് കൊച്ചിയിൽ വന്നപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വന്നാൽ ഇവിടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് ലോക്കൽ സപ്പോർട്ട് കിട്ടും? അത്തരത്തിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാനാണ് വന്നതെങ്കിലോ? അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ ഈ DGP അല്ലെങ്കിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു? അതിനെക്കുറിച്ച് തുടർ നടപടികൾ ഉണ്ടായോ? ഇയാൾ സ്വാഭാവികമായിട്ടും ഒരു ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, മിനിമം ഒരാളെങ്കിലും. അതാരാണ്? അയാളുടെ വേറെബോട്ട്സ് അതിനെക്കുറിച്ച് നമുക്കറിയണ്ടേ? ഇപ്പോൾ അവരെവിടെയാണുള്ളത്? ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു നിരോധിത സംഘടന കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ നിലപാട് ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള തീവ്രവാദം പ്രചരിപ്പിക്കുന്ന അവരുമായിട്ട് ഒരു ശരിക്കായ ഇസ്ലാമിക തീവ്രവാദിയായ തഹാവൂറാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു? ഒരു പക്ഷേ മുംബൈയിൽ ആ അറ്റാക്ക് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അടുത്ത ഉദ്യമം എവിടെയായിരിക്കും? ഒരുപക്ഷെ ദക്ഷിണേന്ത്യ ആയിരിക്കും. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ പറ്റിയ ഒരു സ്ഥലം കൊച്ചിയാണെന്ന് അവർ കണ്ടെത്തുന്നു. ഈ താജ് ഹോട്ടൽ വന്ന് താമസിക്കുന്നുവെങ്കിൽ കടലോരവുമായി വളരെ അടുത്ത ബന്ധങ്ങളൊക്കെ പുലർത്താൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് അവിടെ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഹോട്ടലിൽ മുറിയെടുക്കണമെന്നും അവിടെ ചർച്ചയ്ക്ക് വേദി ഒരുക്കണമെന്നും തീരുമാനിച്ചതാരാ? അപ്പോൾ തഹാവൂറാണ് നമ്മൾ വിചാരിക്കുന്നത് അത്ര ചെറിയ മീനല്ല. കാരണം അദ്ദേഹം ഒരു ഡോക്ടറാണ്, പഠിക്കാൻ മിടുക്കനായിരുന്നു, പാകിസ്ഥാനിൽ ജനിച്ചു വളർന്നതാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം സമ്പന്നമാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ ഈ തീവ്രവാദത്തിലേക്ക് ആകർഷണമാകപ്പെട്ടു എന്നുള്ളതാണ് ഇയാളുടെ പ്രശ്നം. ഇയാൾ പാകിസ്ഥാനിലെ ഈ സൈനിക മേഖലയിൽ പണിയെടുത്തിട്ട് അവിടെ നിന്ന് ഒരു ദിവസം അപ്രത്യക്ഷമാകുകയായിരുന്നു. പിന്നീട് ഇയാൾക്കെതിരെ പാകിസ്ഥാൻ ആർമി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുന്നത് പോലെ ഇയാൾക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ലഷ്കർ ഇ തോയ്ബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ISIക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രഹസ്യ ചാരനാണെന്ന് വന്നതോടുകൂടി പാകിസ്ഥാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ നിലപാട് എന്താണെന്നറിയാമോ? ഇയാളും പാകിസ്ഥാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇയാൾ കനേഡിയൻ പൗരനാണ്. 20 വർഷമായി ഇയാൾ കാനഡയിലാണ്. പാകിസ്ഥാനിലെ പൗരത്വം പുലർത്താൻ അല്ലെങ്കിൽ അത് പുതുക്കാൻ ശ്രമിക്കുന്നില്ല. എന്തിനാണ് പാകിസ്ഥാൻ ഇപ്പം നിലവിളിക്കുന്നത്? അപ്പോൾ പാകിസ്ഥാൻ ഇപ്പം നിലവിളിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു അജണ്ട ഉണ്ടാവില്ലേ? അപ്പോൾ കേരളത്തിലേക്ക് വന്നതിന് പിന്നിൽ, മുംബൈയിലേക്ക് വന്നതിന് പിന്നിലൊക്കെ പാകിസ്ഥാൻ അജണ്ടയുണ്ട്. കാരണം മുംബൈ ആക്രമണത്തിന് പിന്നിൽ മുഴുവൻ പാകിസ്ഥാനാണെന്ന് അന്നേ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് NIA കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും NIA കേരളത്തിൽ വന്ന് ഇനി അന്വേഷണം നടത്തില്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തുകയും ചെയ്യും. മാത്രമല്ല ഇയാൾ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഈ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തു എന്നതിന്റെ തെളിവുകൾ വരെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും തഹാവൂറാണ് രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, ഇയാൾ കൊച്ചിയിൽ വന്ന് കണ്ടത് ആരൊക്കെയാണ്, അന്നത്തെ സർക്കാർ ഇത് മനസ്സിലാക്കിയിട്ടും എന്ത് തുടർ നടപടികൾ സ്വീകരിച്ചു എന്ന് സിനിജി ചോദിച്ച ചോദ്യം, അതിനൊക്കെ ഇനി ഈ CPM സർക്കാർ മറുപടി പറയേണ്ടി വരും. കാരണം അന്ന് ഇരുന്നത് CPM സർക്കാരാണ് ഭരിച്ചത്. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി. തീർച്ചയായിട്ടും റാണ വന്ന കാര്യം, റാണ ആരെയൊക്കെ കണ്ടു, റാണ എന്തിനാണ് വന്നത്, എന്തൊക്കെ പദ്ധതികൾ ലക്ഷ്യമിട്ടു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ സർക്കാരിന് പറയേണ്ടി വരും. റാണയ്ക്കും പറയേണ്ടി വരും ആരെയൊക്കെ കണ്ടു, കേരളത്തിൽ ഏതൊക്കെ നേതാക്കൾ അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ തൂങ്ങാൻ പോകുന്നു എന്ന് കണ്ടറിയാം.